ഇന്ന് ഞങ്ങൾ പോകുന്നത് ശ്രീകാര്യത്തുള്ള ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഭഗവാനെ തൊഴുതിറങ്ങി ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും പ്രിയമായിട്ട് ഇവിടെ കാണാൻ വരുന്നത് ഇവിടുത്തെ പൈതങ്ങളെയാണ്. പൈതങ്ങൾ ആരാന്നല്ലേ? നിറച്ച് പശുക്കളുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. കുഞ്ഞും തള്ളന്മാരും ഒക്കെ ആയിട്ട് നിറയെ പശുക്കിടാകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ വന്ന് മഹാദേവനെ കണ്ട് പ്രാർത്ഥിച്ച് എല്ലാ നടകളിലും പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ പശുക്കിടങ്ങളെ കാണാനാണേ. പറയാതെ വയ്യ. അതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. നമ്മൾ ഒരു ഗോശാലയിൽ കയറി ഏതോ എന്താ പറയുക, നമ്മൾ അവർക്കിടയിൽ ഒരു ഫീലാണ് നമുക്ക്. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വല്ലാതെ ആസ്വദിക്കുന്ന ഒരിടമാണ് ഈ അമ്പലം. ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ വന്ന് മഹാദേവനെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോകുന്നത് പശുക്കിടങ്ങളുടെ അടുത്തേക്കാണ്. എന്ത് ചന്തോന്നറിയോരെയൊക്കെ കാണാനായിട്ട്. നല്ല സുന്ദരി കുട്ടപ്പിമാരും കുട്ടപ്പന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ. പിന്നെ നമ്മളെ കാളക്കുട്ടനെ, മഹാദേവൻ്റെ എഴുന്നള്ളത്തിനും കാളക്കുട്ടനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവന് മാറ്റിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോകണം. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുമേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്. ഈ ഗോശാലയൊക്കെ ഒത്ത നടുവിലായിട്ട് നമ്മുടെ കൃഷ്ണ ഭഗവാനുണ്ട്. കൃഷ്ണ ഭഗവാൻ എല്ലാ പശുക്കളെയും കണ്ട് എല്ലാവരുമായിട്ടും ഇടപഴകി തന്നെയാണ് അതിനകത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക വൈബ് അത് വേറെ ഉണ്ടാവും.